വാർത്തകൾ വിശദമായി നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി 1 മണിക്ക്. തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ഇരുഭാഗങ്ങളുടെയും വാദം പൂർത്തിയായി. ഗർഭചിത്രത്തിന് രാഹുൽ നിർബന്ധിക്കുന്ന ചാറ്റുകൾ ഉൾപ്പെടെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി VS അനുവാണ് നമുക്കൊപ്പം ചേരുന്നത്. അനുവിലേക്കാണ്. അനു, എന്തായാലും വിധി 1 മണിക്ക് എന്നുള്ള ആ ഒരു സമയം കൂടി വന്നിരിക്കുകയാണ്. അതിനിർണായകമായിട്ടുള്ള വിധിയാണ്. ഈ വാദങ്ങളെല്ലാം കേട്ടു പൂർത്തിയായി എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഇന്ന് കൂടുതൽ തെളിവുകൾ കൂടി ഹാജരാക്കുകയും ചെയ്തു. ആ തെളിവുകൾ കൂടി പരിശോധിച്ചോ? ഇനി തുടർ നടപടികൾ ഏത് രീതിയിലാകും? അഖില, ഇതിൽ ഏറ്റവും പ്രധാനം ഇന്ന് രാഹുലിൻ്റെ അഭിഭാഷകൻ ഒരു ഉപഹർജി കൊടുത്തിരുന്നു. അതായത് മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിധി വരുന്നത് വരെ രാഹുലിൻ്റെ അറസ്റ്റ് തടയണം എന്നുള്ള ഒരു ഉപഹർജി കൂടി നൽകിയിരുന്നു. ആ ഉപഹർജിയിൽ അല്പസമയത്തിനകം തന്നെ വിധി വരും. അതിനുശേഷമാകും ഈ ആൻറ്റിസിപ്പേറ്ററി ബെയിലിൻ്റെ മുൻകൂർ ജാമ്യ ഹർജിയിലെ വിധി ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ കോടതിയിൽ നിന്നും അഭിഭാഷകർ നമുക്ക് നൽകുന്ന വിവരം. അതായത് ആദ്യം വിധി വരിക, ഈ മുൻകൂർ ജാമ്യ ഹർജിയിലെ വിധി വരുന്നത് വരെ രാഹുലിൻ്റെ അറസ്റ്റ് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് അഭിഭാഷകൻ നൽകിയ ഉപഹർജിയിലാണ് ഇപ്പോൾ വിധി ഉണ്ടാക്കാൻ ആദ്യം വരാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം ആൻറ്റിസിപ്പേറ്ററി ബെയിലിൻ്റെ വിധിയും ഉണ്ടാകും. നേരത്തെ അഖില സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ തെളിവുകൾ ഹാജരാക്കുകയായിരുന്നു പ്രോസിക്യൂഷൻ. പ്രധാനമായും ഈ ഗർഭചിത്രത്തിന് രാഹുൽ നിർബന്ധിച്ചു, മാത്രമല്ല അതിന് തയ്യാറായില്ലെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നതിൻ്റെ ചാറ്റുകൾ, മറ്റ് തെളിവുകളടക്കം ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതുകൂടാതെ രാഹുലിനെതിരെ മറ്റൊരു പെൺകുട്ടിയുടെ പരാതിയിലും കേസെടുത്ത ആ FIR കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. ക്രൈംബ്രാഞ്ച് IPC 376 പ്രകാരം ബലാത്സംഗ കുറ്റം ചുമത്തി ചാർജ് ചെയ്ത FIR ആണെന്ന് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിലൂടെ ഈ രാഹുൽ എന്ന് പറയുന്ന പ്രതി ഈ സമാനമായ കുറ്റകൃത്യം ചെയ്യുന്ന ആളാണ്, ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ് എന്ന് കോടതിയിൽ സ്ഥാപിക്കാനാണ് പ്രോസിക്യൂഷൻ ശ്രമിക്കുന്നത്. അതേസമയം ഈ തെളിവുകൾ അല്ലെങ്കിൽ അതിനെ നിരാകരിച്ചുകൊണ്ടാണ് പ്രതിഭാഗത്തിൻ്റെ വാദം. അവർ പ്രത്യേകമായി പറയുന്നത് ഈ പെൺകുട്ടിയാണ് ഈ ഫ്ലാറ്റിലേക്ക് രാഹുലിനെ വിളിച്ചു വരുത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. മാത്രമല്ല ഈ ഗർഭചിത്രത്തിനുള്ള മരുന്ന് ഈ രാഹുലിൻ്റെ സുഹൃത്തിൽ നിന്നും വാങ്ങുന്നതിന് വേണ്ടി അവിടേക്കുള്ള ലൊക്കേഷൻ, അവിടെ ഉള്ള സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ അയച്ചു കൊടുത്തത് ഈ പെൺകുട്ടിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഈ പെൺകുട്ടിക്ക് ഗർഭചിത്രത്തിന് താല്പര്യമുണ്ടായിരുന്നു എന്നുള്ള വാദമാണ് പ്രതിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അതിനെയൊക്കെ അപ്പുറത്തേക്ക് അതിനെ നിരാകരിച്ചുകൊണ്ട് പ്രോസിക്യൂഷനും കൃത്യമായ തെളിവുകൾ നൽകിയിരിക്കുന്നു. ഏതായിരുന്നാലും 2 വാദങ്ങൾ നടന്നു. ഒന്ന് നോട്ട് ടു അറസ്റ്റിലും മറ്റൊന്ന് ആൻറ്റിസിപ്പേറ്ററി ബെയിലും. ഈ 2ൻ്റെ വിധി ഇന്ന് തന്നെ ഉണ്ടാകാനാണ് സാധ്യത. അതിൽ ആദ്യ മണിക്കൂറിൽ ഉണ്ടാകാൻ പോകുന്നത് നിലവിൽ നോട്ട് ടു അറസ്റ്റിൽ എന്ന ഉപഹർജിയിലാണ് ആദ്യം വിധി ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അഖില, അനു, എന്തായാലും ഇപ്പോൾ നിലവിൽ SIT അന്വേഷണ സംഘം ദ്രുതഗതിയിൽ തന്നെ അവരുടെ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. നിലവിൽ രാഹുലുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 പേർ പിടിയിലായി എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്, പ്രത്യേകിച്ചും ഡ്രൈവർ അടക്കമുള്ള ആളുകൾ. ഈ ഒരു സാഹചര്യത്തിൽ സമാന്തരമായി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു മുൻകൂർ ജാമ്യത്തിലുള്ള വിധി അടക്കം വരുന്നത്. അപ്പോൾ ഇക്കാര്യമൊക്കെ പരിഗണിച്ചുകൊണ്ടാകുമോ ഇനി വിധി പുറപ്പെടുവിക്കുക? ഇനിയുള്ള തുടർ നടപടിക്രമങ്ങളോ? ഇനി ഏകദേശം 1 മണിക്ക് എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. തുടർ നടപടിക്രമങ്ങൾ ഏത് രീതിയിലാകും കോടതിയിൽ? ഇനിയിപ്പോൾ ഓർഡേഴ്സിന് വേണ്ടി മാറ്റിയെന്നാണ്. അതായത് ഇനി കോടതി ഉത്തരവ് അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രൊസീഡിംഗാണ് ഉണ്ടാകാൻ സാധ്യത. അത് 1 മണിക്കൂറിനുള്ളിൽ അറിയാമെന്നാണ് പറയുന്നത്. സ്വാതി സൂചിപ്പിച്ച മറ്റൊരു കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ ഇപ്പോഴും 8ാം ദിവസവും ഒളിവിൽ തന്നെയാണ്. രാഹുൽ ബാംഗ്ലൂർ തന്നെയാണ് ഉള്ളത് എന്നുള്ള വിവരം തന്നെയാണ് അന്വേഷണ സംഘം നമുക്ക് നൽകുന്നത്. ഇന്ന് രാഹുലിൻ്റെ സഹായിച്ച ഡ്രൈവർ ഉൾപ്പെടെ ഡ്രൈവറും മറ്റൊരാളും ഇന്ന് പോലീസിൻ്റെ കസ്റ്റഡിയിൽ ആയിട്ടുണ്ട്. അവരെ വിശദമായി ചോദ്യം ചെയ്യുന്നു. രാഹുലിനെ രാഹുൽ എവിടെയാണ് ഉള്ളത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇവരിൽ നിന്നും വിവരം ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. ഏതായിരുന്നാലും അല്പസമയത്തിനകം ഈ കേസുമായി ബന്ധപ്പെട്ട വിധി, അതായത് നോട്ട് ടു അറസ്റ്റ് ഹർജിയിലെ വിധി അല്പസമയത്തിനകം നമുക്ക് അറിയാൻ കഴിയും. സ്വാതി, അതുതന്നെയാണ് VS അനു. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനകം ഈ നോ ടു അറസ്റ്റ്, അതായത് അറസ്റ്റ് തടയണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലെ വിധിയാണ് വരുന്നത്. അപ്പോൾ അതിനുള്ള വാദങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു കോടതി നടപടിക്രമങ്ങളൊക്കെ ഇപ്പോൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? അതിനെ ഏത് രീതിയിലാണ് കോടതി നോക്കിക്കാണുന്നത്? കോടതിയുടെ നിരീക്ഷണങ്ങളൊക്കെ ഏത് രീതിയിലാകും? സ്വതി, കോടതിയുടെ ഉത്തരവ് ഇത് പറയുന്നത് അടച്ചിട്ട മുറിയിലാണ് ഇതിൻ്റെ വാദം കേട്ടത്. കോടതി പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവർ പുറത്തേക്ക് വന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായി എന്താണ് അവിടെ നടന്നത് എന്നുള്ള കാര്യത്തിൽ പറയാൻ കഴിയും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രാഹുലിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലായിരുന്നാലും ഈ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഹർജിയിലായിരുന്നാലും ഈ 2 വിധികൾ. അതായത് ഈ കോൺഗ്രസിൽ പാർട്ടി
രാഹുലിനെതിരെ നടപടി വൈകുന്നത് പോലും ഈ മുൻകൂർ ജാമ്യ ഹർജിയിലെ വിധി വരുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മറ്റൊരു തരത്തിൽ കോൺഗ്രസിനുള്ളിലെ രാഹുലിന്റെ നിലനിൽപ്പ് ഈ നിമിഷം നിൽക്കുന്നത് ഈ മുൻകൂർ ജാമ്യ ഹർജിയിലെ വിധിയുമായി ബന്ധപ്പെട്ടാണ്. ഈ വിധി രാഹുലിനെതിരായാൽ ഉറപ്പായും രാഹുൽ പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോകും. അല്ല എങ്കിൽ നിലവിൽ രാഹുലിന്റെ ജാമ്യം ലഭിച്ചെന്നോ അറസ്റ്റ് തടഞ്ഞെന്നോ എന്ന് പറഞ്ഞുകൊണ്ട് നടപടി വൈകിപ്പിക്കാൻ കോൺഗ്രസിന് സാധിക്കുകയും ചെയ്യും. അങ്ങനെ രാഹുലിന്റെ രാഷ്ട്രീയ ജീവിത ഒരു ഘട്ടത്തിന്റെ ഏറ്റവും നിർണായകമായ വിധിയാണ് അല്പസമയങ്ങൾക്കകം തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നിന്ന് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. സ്വാതി, നിർണായകമായിട്ടുള്ള മണിക്കൂറുകളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്, പ്രത്യേകിച്ചും രാഹുലിനെ സംബന്ധിച്ച് എന്നുള്ളതാണ്. രണ്ട് നിർണായകമായിട്ടുള്ള വിധി, ഒന്ന് ഈ അറസ്റ്റ് തടയണം എന്നാവശ്യപ്പെട്ടുള്ള കാര്യത്തിൽ, മറ്റൊന്ന് മുൻകൂർ ജാമ്യാപേക്ഷയുടെ കാര്യത്തിൽ. ഇപ്പോൾ അനു സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിന്റെ കാര്യത്തിൽ അവരൊരു തീരുമാനം എടുക്കണം എങ്കിൽ പോലും ഇനി ആ ഒരു വിധി വരണം എന്നുള്ളതാണ്. കേവലം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാൻ എന്നുള്ളതും കൂടിയാണ്. നിലവിൽ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ, എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭ്യമാണോ? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ, നിലവിൽ അത്തരം തീരുമാനങ്ങൾ ഇപ്പോൾ നമുക്കറിയുന്ന രാവിലെ മാധ്യമങ്ങളെ കണ്ട KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞതുപോലെ നിലപാട് നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷേ അത് പെട്ടെന്ന് ഒറ്റയ്ക്ക് എടുക്കുന്നതല്ല. താൻ പണ്ട് നേരത്തെ തീരുമാനമെടുത്തപ്പോൾ പോലും 25ഓളം മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ ചോദിച്ച് AICCയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുത്തത്. അതായത് ഈ ആ ഒരു സമയം അവരെടുക്കുന്നത് ഈ മുൻകൂർ ജാമ്യ ഹർജിയിലെ തീരുമാനം എന്ത് വരും എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ പറഞ്ഞതുപോലെ രാഹുലിൻ്റെ പാർട്ടിയിൽ നിന്നുള്ള പുറത്തുപോകലിന് കാരണമാവുക അല്ലെങ്കിൽ അത് തീരുമാനമെടുക്കുക ഈ മുൻകൂർ ജാമ്യ ഹർജിയിലെ വിധി തന്നെയായിരിക്കും. മുൻകൂർ ജാമ്യം രാഹുലിന് ലഭിച്ചില്ല എങ്കിൽ കോൺഗ്രസിന്റെ പടിക്ക് പുറത്തേക്ക് രാഹുൽ കടക്കും. അല്ല എങ്കിൽ ഈ ജാമ്യം ലഭിച്ചല്ലോ, രാഹുൽ കുറ്റക്കാരാണെന്ന് കോടതി പറഞ്ഞിട്ടില്ല എന്നുള്ള വാദം ഉന്നയിച്ചുകൊണ്ട് രാഹുലിന്റെ നടപടി വൈകിപ്പിക്കാൻ വേണ്ടി രാഹുലിനെ പിന്തുണയ്ക്കുന്നവർക്ക് കോൺഗ്രസിൽ സാധിക്കുകയും ചെയ്യും. ഏതായിരുന്നാലും വളരെ നിർണായകമായ മണിക്കൂറുകൾ. ഇനി അറിയേണ്ടത് ഈ നോട്ട് ടു അറസ്റ്റ് ഹർജിയിൽ എന്ത് വിധി വരും, മറ്റൊന്ന് അതിനുശേഷം മുൻകൂർ ജാമ്യ ഹർജിയിൽ എന്ത് വിധി വരും എന്നുള്ളതാണ്. ഈ നോട്ട് ടു അറസ്റ്റ് ഹർജിയിലെ വിധിയാണ് ആദ്യം. ശരിയാണ്, എന്തായാലും കൃത്യമായിട്ട് ആ ഒരു വിധി വരുന്ന സമയത്ത് നമുക്ക് വേഗം തിരിച്ചെത്താം എന്നുള്ളതാണ്. ഇപ്പോൾ രണ്ട് കാര്യങ്ങളിലാണ് വിധി കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. നോട്ട് ടു അറസ്റ്റ് തടഞ്ഞുള്ള കാര്യത്തിലും അതുപോലെ തന്നെ മുൻകൂർ ജാമ്യത്തിലുമാണ് ഇപ്പോൾ വിധി കാത്തിരിക്കുന്നത്. മുൻകൂർ ജാമ്യത്തിൽ 1 മണിക്ക് വിധി വരും എന്നുള്ള ആ ഒരു വിവരം കൂടിയാണ് ഈ ഒരു സമയത്ത് ലഭ്യമാകുന്നത്.